ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തെറ്റാണ്, മിസ്റ്റേക്ക് ആണ്. ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവർ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കാരണം എഫിഷ്യൻസി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ SOP കൊണ്ടുവരണം. കാരണം കൃത്യമായ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഇല്ലാതെ മാനുവലി നമ്മൾ നോക്കിയാലോ ചെയ്യിപ്പിച്ചാലോ 100% നമുക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതല്ല, എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു എക്സ്പെൻസും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസിന്റെ എഫിഷ്യൻസി കൂട്ടാനേ പറ്റുള്ളൂ. ഒരു എംപ്ലോയി ഉണ്ട്, ആ എംപ്ലോയിന്റെ സാലറി കുറക്കാൻ പറ്റില്ലല്ലോ, റെന്റ് കൂടുകയേ ഉള്ളൂ, കുറയില്ല. അപ്പൊ അവിടെ എങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതിന് വേണ്ടിയുള്ള സിസ്റ്റങ്ങളുണ്ട്, അതിന്റെ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഉദാഹരണമായി KPI, KRI. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് SOP HRL ചെയ്യുക എന്നുള്ളത്, HRM കൊണ്ടുവരിക എന്നുള്ളത്. നിങ്ങളുടെ ബിസിനസ്സിൽ HRM സിസ്റ്റം ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് HRM സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം പറ്റുമെന്നറിയോ? നിങ്ങൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവില്ല, എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല, എല്ലാം നഷ്ടത്തിലായിരിക്കും ഓടുന്നതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ശരിക്കും നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വാഹനത്തിന് ഒരു 20 സ്പീഡിലാണ് ഓടിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഇന്ധനം കൂടുതൽ കത്തുകയല്ലേ ചെയ്യുക. അതിനെ ഓടിക്കേണ്ടത് ഒരു സ്പീഡ് ഉണ്ട്. ആ സ്പീഡിൽ ഓരോ വാഹനത്തിനും ഓരോ സ്പീഡ് നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ. ആ സ്പീഡിൽ ഓടിച്ചാൽ മാത്രമേ ഇത് എഫിഷ്യൻസി ഉള്ള റണ്ണിങ് ആവുള്ളൂ, ഡ്രൈവിംഗ് ആവുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ ഓടിക്കേണ്ടത് സ്പീഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു സാലറി ഒരാളെ വെച്ചിട്ടുണ്ട്, അയാൾ 10x അതല്ലെങ്കിൽ 5x എത്ര എക്സ് ആണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര ടേൺ ഓവർ അയാൾ ചെയ്യണം, ഓരോരുത്തരും എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം, നമുക്ക് ഇത്ര സ്പേസ് ഉണ്ട്, അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടണം, എത്ര പ്രൊഡക്ട്സ് ഉണ്ട്, അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടണം. ഇതിന്റെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇല്ലാതെ നിങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, നോട്ട് എഫിഷ്യൻസി ഇല്ല. അപ്പൊ ഈ എഫിഷ്യൻസി ഇല്ലാത്ത ആളുകൾക്ക് ഫ്യൂച്ചറിൽ ആ ബിസിനസ് വലിയ നഷ്ടത്തിലേക്കാണ് എത്തിക്കുക. അങ്ങനെ എത്താതിരിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാ ഏരിയയിലും, അത് പീപ്പിൾ ആവട്ടെ, ഓപ്പറേഷൻസിന്റെ ഏരിയ ആവട്ടെ, മാർക്കറ്റിംഗ് ഏരിയ ആവട്ടെ, ഇവിടെ എല്ലാം എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ സിസ്റ്റം ഇടേണ്ടതുണ്ട്. അതിന് മെട്രിക്സ് ഉണ്ട്, അളവുകളുണ്ട്, അതുപോലെ തന്നെ അതിനെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റുകളുണ്ട്. ഇത് അറിയില്ലെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടന്റിനെ സമീപിക്കുക, കൃത്യമായി ഇത് പഠിക്കുക, മനസ്സിലാക്കുക. അതിലൂടെ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.